നമസ്കാരം സർ. നമസ്കാരം. ഈ മാസം 5-ാം തീയതി നടക്കാനിരിക്കുന്ന ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ഇലക്ഷന് നിയമസാധ്യതയുണ്ടോ? മെയ് 5-ാം തീയതി സഭാവിശ്വാസികളെയും പുരോഹിതരെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ദക്ഷിണ കേരള മഹാ ഇടവക അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയും നടത്താൻ ഉദ്ദേശിക്കുന്ന ഇലക്ഷന് ഒരു നിയമസാധ്യതയും ഇല്ല. സർ, എന്താണ് നിയമപരമായ തടസ്സം? ഏപ്രിൽ മാസം ചെന്നൈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പ്രകാരം സിനഡ് ഓഫീസ് ബെയറേഴ്സിനെ പുറത്താക്കുകയും 2 റിട്ടയർഡ് ചെന്നൈ ജഡ്ജിമാരെ അഡ്മിനിസ്ട്രേറ്റർമാരായി സിനഡിൽ നിയമിക്കുകയും ചെയ്തു. അവർക്ക് നൽകിയിരിക്കുന്ന ദൗത്യം ഡയോസിഷൻ ഇലക്ഷനുകൾ നടത്താനും സിനഡ് ഇലക്ഷൻ നടത്തി ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനും വേണ്ടിയിട്ടാണ് അവർ കടന്നു വന്നിരുന്നത്. അവർ കടന്നു വന്നപ്പോൾ തന്നെ എല്ലാ ഡയോസിസിനും അവർ ഇന്റിമേഷൻ നൽകി, സർക്കുലേഴ്സ് അയച്ചു. ആ സർക്കുലറിനകത്ത് സ്പിരിച്വൽ കാര്യങ്ങളല്ലാതെ അഡ്മിനിസ്ട്രേഷൻ പരമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യരുത് എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് അവർ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണ കേരള മഹാ ഇടവകയിലെ ഇലക്ഷൻ പ്രോസസ് സ്റ്റോപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. അതിന് ഉദാഹരണമാണ് കൊച്ചി ഡയോസിസിലെ ബിഷപ്പ് ഇലക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. കന്യാകുമാരി ഡയോസിസിലെ അച്ഛന്മാരുടെ ട്രാൻസ്ഫർ പോലും അഡ്മിനിസ്ട്രേറ്റർമാർ ചുമതല എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെയാണ് ഇവിടെയുള്ളൊരു ഇലക്ഷൻ പ്രോസസ്. മാത്രമല്ല, ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് ക്രമക്കേടുണ്ട്. ആ ക്രമക്കേട് സിനഡിന്റെ ശ്രദ്ധയിൽ വരികയും ആ ക്രമക്കേട് പരിഹരിക്കാൻ തക്കവണ്ണം മോഡറേറ്റർ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ചെല്ലയാ ബിഷപ്പ്, കന്യാകുമാരി ഡയോസിസിലെ ബിഷപ്പിന്റെ നിർദ്ദേശത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെ ഒരു 10-അംഗ ടീം വരികയും ചെയ്തു. അവര് ഇതിനകത്തുള്ള വോട്ടേഴ്സ് ലിസ്റ്റിലെ പരാതികളെല്ലാം പരിഹരിച്ച് അതിന്റെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ പരാതികൾ കിടക്കുന്നു, പരാതികൾ പരിഹരിക്കാനുള്ള റിപ്പോർട്ടും കിടക്കുന്നു. ഏതൊരു പരാതികൾ മറ്റൊരു വ്യവസ്ഥ മുഖാന്തരം പരിഹരിക്കപ്പെടണം, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ത് ചെയ്യണം, ക്രമക്കേടുകൾ മാറ്റി അത് തിരഞ്ഞെടുപ്പിന് യോഗ്യമാണെന്ന് അതിനെ ആക്കി തീർക്കുകയും വേണം. അങ്ങനെ അത് തീർന്നിട്ടില്ല. അപ്പൊ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് അപാകതയുണ്ട്. ആ അപാകത തിരുത്തപ്പെട്ടിട്ടില്ല. ഇലക്ഷൻ നടത്താൻ പാടില്ല എന്ന് അഡ്മിനിസ്ട്രേറ്റർമാരുടെ സർക്കുലർ നിലവിൽ നിൽപ്പുണ്ട്. അതിന് എല്ലാം ഉപരി ഇവിടെ VK സാമുവൽ എന്ന് പറയുന്ന അച്ഛൻ 2 കേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കേസ് OS 498/2024 എന്ന് പറയുന്ന കേസാണ്. ആ കേസിനെ സംബന്ധിച്ചിടത്തോളം ചെല്ലയ ബിഷപ്പ് വന്ന ആ എൻക്വയറി കമ്മീഷനെ അവർ സ്റ്റേ ചെയ്തിരിക്കുകയാണ് കോടതി. ആ എൻക്വയറി കമ്മീഷനെ സ്റ്റേ ചെയ്തിരിക്കുന്ന കേസിനകത്ത് സിനഡ് ഇതുവരെ റെപ്രസെന്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ ആരാണ് സിനഡ്? അഡ്മിനിസ്ട്രേറ്റർമാരാണ് സിനഡ്. അവര് റെപ്രസെന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്തേ ചെയ്യത്തുള്ളൂ, ആ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ക്രമക്കേടുകൾ തീർക്കാൻ വേണ്ടിയിട്ട് അവര് അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നതായിട്ട് കോടതി അറിയിക്കത്തുള്ളൂ. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്റ്റേ മാറിപ്പോകും. രണ്ടാമതായി VK സാമുവൽ കൊടുത്തിരിക്കുന്ന കേസ് ഇവിടെ ഡിസംബർ 2023 സർക്കുലർ പ്രകാരം ഇലക്ഷൻ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അത് OS 633/2024 എന്ന് പറയുന്ന കേസാണ്. നിങ്ങൾക്ക് കോടതിയുടെ സൈറ്റിൽ കയറി നോക്കാം. ഇലക്ഷൻ നടത്തണം എന്ന് പറഞ്ഞ് VK സാമുവൽ കൊടുത്ത കേസിനകത്ത് ഒരു ഓർഡർ കോടതിയുടെ ഇല്ല. ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളും സഭാവിശ്വാസികളെ വ്യാജമായിട്ട് പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം കോടതി വിധി പ്രകാരമാണ് ഒരു ഇലക്ഷൻ നടത്തുന്നതെന്നാണ്. അങ്ങനെ ദക്ഷിണ കേരള മഹാ ഇടവകയിൽ ഇലക്ഷൻ നടത്താനായിട്ട് ഒരു കോടതി വിധി ഇല്ല. ഈ ഡിസംബറിലെ സർക്കുലർ അനുസരിച്ച് ഒരു ഇലക്ഷൻ മെയിന് നടത്തണം എന്ന് പറഞ്ഞ കേസിനകത്ത് ആ കേസിന്റെ തുടർവാദം കേൾക്കാൻ 24/5 കോടതി വെച്ചിരിക്കുകയാണ്. അതായത് മെയ് മാസം 24-ാം തീയതി ഇലക്ഷൻ നടത്തണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് അല്ലെങ്കിൽ അടുത്ത ഹിയറിംഗ് വെച്ചിരിക്കുന്നത് 24/5-നാണ്. ആ കേസിനകത്ത് ഓർഡറും ഇല്ല. ഈ ഇലക്ഷൻ നടത്തുന്ന സർക്കുലർ എന്ത് ചെയ്തിട്ടുണ്ട്, കോടതിയിലെ കേസിനകത്ത് അവർ ഹാജരാക്കിയിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഹാജരാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് കോടതി നടത്താനായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ ആരുടെ കയ്യിലില്ല? ദക്ഷിണ കേരള മഹാ ഇടവകയുടെ കയ്യില് ഇല്ല. വോട്ടേഴ്സ് ലിസ്റ്റ് ക്രമക്കേടുള്ള ഒരു ഇലക്ഷൻ നടത്തിയാൽ എന്താണ് ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ഭാവി? അതിന്റെ ഉദാഹരണമാണ് സിനഡ് ഇലക്ഷൻ. സിനഡ് ഇലക്ഷനിലും ക്രമക്കേടുള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ച് ഇലക്ഷൻ നടത്തിയത് കൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പുറത്തു പോകേണ്ടി വന്നത്. അത് ഒരിക്കൽ കൂടെ ദക്ഷിണ കേരള മഹാ ഇടവകയിൽ ആവർത്തിക്കാതിരിക്കട്ടെ. ഇവിടെ അഡ്മിനിസ്ട്രേറ്റർമാർ നൽകിയ സർക്കുലർ ഉണ്ട്. അതനുസരിച്ച് ഇലക്ഷൻ നടത്താൻ പാടില്ല. ഇലക്ഷൻ നടത്താൻ വേണ്ടി VK സാമുവൽ കൊടുത്ത കേസിനകത്ത് 24/5 അതിന്റെ അടുത്ത ഹിയറിംഗിന് വേണ്ടി അത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മാത്രവുമല്ല, ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് ക്രമക്കേടുണ്ട്. ആ ക്രമക്കേടുള്ളത് കൊണ്ട് തന്നെ അത് മാറ്റിയിട്ടല്ലാതെ പുതിയൊരു ഇലക്ഷൻ നമുക്ക് നടത്താനും സാധ്യമല്ല.
ഇവിടെ ഇലക്ഷൻ നടത്തരുത് എന്നാരും പറയുന്നില്ല. വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേട് മാറ്റിയിട്ടൊരു ഇലക്ഷൻ നടത്തണം എന്നുള്ളതാണ് ഇവിടെ സഭാവിശ്വാസികളുടെ ആവശ്യം. സർ, വോട്ടർ പട്ടികയിലെ പരാതികൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അത് നീതിപൂർവമായ ഒരു ഇലക്ഷൻ ആണില്ലല്ലോ. ഒരിക്കലുമില്ല. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും അതിനകത്ത് വരുന്ന പ്രൈം ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആ ജനാധിപത്യ വ്യവസ്ഥ സുതാര്യമാകുന്നത് അതിനകത്ത് വരുന്ന വോട്ടവകാശമുള്ള അംഗങ്ങളാണ്. ഒരു സഭയിൽ 300-400 വോട്ടവകാശമുള്ള അംഗങ്ങൾ 150 പേരുടെ വോട്ട് അവകാശങ്ങൾ ഒരു കാരണവുമില്ലാതെ നിഷേധിക്കപ്പെടുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് നീതിപൂർവമായിട്ടുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥ വരുന്നത്? അതുകൊണ്ട് തന്നെ പരാതികളെല്ലാം കേട്ട് പരാതികൾ പരിഹരിക്കപ്പെട്ടിട്ട് അതിനെ തുടർന്നൊരു ഇലക്ഷൻ നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഈ പ്രോസസ്സ് വെറുതെ ആയിപ്പോകും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനഡിൽ എന്താണ് സംഭവിച്ചത്? ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് ആ വിധിയിനകത്തും ചെന്നൈ കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിനകത്തും പറയുന്നത് അത് തന്നെ, ഇലക്ട്രൽ കോളേജ് പ്രോപ്പർ അല്ല. അതുകൊണ്ട് തന്നെ അതായത് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രോപ്പർ അല്ല. ആ പ്രോപ്പർ അല്ലാത്ത വോട്ടേഴ്സ് ലിസ്റ്റ്, അതായത് അതിനകത്ത് വരാൻ പാടില്ലാത്തവർ അതിനകത്ത് വോട്ടേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്, അതിനകത്ത് വരേണ്ടവർ വന്നിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ച് ഇലക്ഷൻ നടത്തുമ്പോൾ ഒരിക്കലും ജനാധിപത്യ വ്യവസ്ഥാപരമായിട്ടുള്ള ആൾക്കാർ തിരഞ്ഞെടുക്കപ്പെടുകയില്ല. ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അതിലെ പരാതികൾ പരിഹരിക്കപ്പെട്ടേ പറ്റത്തുള്ളൂ. സർ, അഡ്മിനിസ്ട്രേറ്റർ നൽകിയ സർക്കുലർ എന്തുകൊണ്ട് സഭകളിൽ പ്രസിദ്ധപ്പെടുത്തുന്നില്ല? വളരെ നല്ലൊരു ചോദ്യമാണ്. വിശ്വാസ സമൂഹത്തിൽ എല്ലാ വിശ്വാസികളും ചോദിക്കുന്ന ചോദ്യമാണ്. കഴിഞ്ഞ നാളുകളിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും എല്ലാം അങ്ങനെ ഒരു സർക്കുലർ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് പ്രസിദ്ധീകരിക്കുന്നില്ല എന്നൊരു ചോദ്യം പലയിടത്തും നിന്ന് കേൾക്കുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റർമാർ അവരുടെ നിർദ്ദേശം മെയിൽ വഴിയും രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയും ദക്ഷിണ കേരള മഹായിടവകയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിക്കും ബിഷപ്പിനും അയച്ചിട്ടുണ്ട്. അവരെ കാണാനായിട്ട് പോയപ്പോൾ ഞങ്ങളുടെ പേഴ്സണലായിട്ട് പറഞ്ഞത് അത് തന്നെയാണ്. പേഴ്സൺസ് കൺസേൺഡ് ആരാണോ അവർക്ക് ഞങ്ങൾ ഇൻഫർമേഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ആ സർക്കുലർ പുറത്ത് കാണുന്നില്ല? എന്തുകൊണ്ട് ആ സർക്കുലർ സഭകളിൽ അറിയിക്കുന്നില്ല? ഈ ചോദ്യത്തിന് ഞാനൊരു മറു ചോദ്യമാണ് വിശ്വാസ സമൂഹത്തിനോട് ചോദിക്കുന്നത്. 67 വയസ്സ് 70 വയസ്സായ സർക്കുലർ അല്ലെങ്കിൽ കോടതി വിധി ഏതെങ്കിലും സഭകളിൽ അനൗൺസ് ചെയ്ത് നിങ്ങൾ കേട്ടോ? ബിഷപ്പ് ധർമ്മരാജ് റസാനം അധികാരത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി എന്നുള്ള വാർത്ത ഏതെങ്കിലും സഭകളിൽ അനൗൺസ് ചെയ്ത് നിങ്ങൾ കേട്ടോ? സിനഡ് ഓഫീസ് ബെയറേഴ്സിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്ത ഏതെങ്കിലും സഭകളിൽ നിങ്ങൾ അനൗൺസ് ചെയ്ത് കേട്ടോ? അഡ്മിനിസ്ട്രേറ്റർമാർ ചുമതല എടുത്തത് ഏതെങ്കിലും സഭകളിൽ നിങ്ങൾ അനൗൺസ് ചെയ്ത് കേട്ടോ? ഇതെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെയും കോടതിയിലെ വിധിയുടെ പകർപ്പ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയാണ് നമ്മുടെ പാവപ്പെട്ട സഭാവിശ്വാസികൾ അറിയുന്നത്. കാരണം ഇവിടെ ഭരണത്തിലിരിക്കുന്ന, അനധികൃതമായ ഭരണത്തിലിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി തനിക്ക് എന്ത് സഭകളെ അറിയിക്കണം അത് മാത്രമേ അറിയിക്കുന്നുള്ളൂ. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കാരണം എന്ത് സഭകൾ അറിയണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു അത് മാത്രമേ അറിയിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഒരു കാര്യങ്ങളും അറിയിക്കുന്നില്ല. അതുപോലെ റസാനം അധികാരം നഷ്ടപ്പെട്ടത് അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ, 67-70 ആക്കിയത് ഇതുവരെ സഭകളിൽ പരസ്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ സിനഡ് ഓഫീസ് ബെയറേഴ്സ് സ്ഥാനം നഷ്ടപ്പെട്ടത് അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ, പുതിയ അഡ്മിനിസ്ട്രേറ്റർമാർ ചാർജ് എടുത്തത് അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ എങ്ങനെയാണ് അവരയച്ചൊരു സർക്കുലർ, തനിക്ക് തന്നെ ദോഷം വരുന്ന ഒരു സർക്കുലർ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി സഭകളിൽ പരസ്യം പറയാനായിട്ട് അയക്കുന്നത്? അതുകൊണ്ട് അങ്ങനെ ഒരു സർക്കുലർ ഉണ്ട്. ആ സർക്കുലർ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊച്ചി ഡയോസിസിലുള്ള ബിഷപ്പ് ഇലക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്, കന്യാകുമാരി ഡയോസിസിലെ അച്ഛന്മാരുടെ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. അഡ്മിനിസ്ട്രേറ്റർ നൽകിയ സർക്കുലർ പ്രകാരം എന്തുകൊണ്ട് ദക്ഷിണ കേരള മഹാ ഇടവകയിലെ ഇലക്ഷൻ നിർത്തിവെക്കുന്നില്ല? അഡ്മിനിസ്ട്രേറ്റർമാർ നൽകിയ സർക്കുലർ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ എന്തുകൊണ്ട് ഇലക്ഷൻ നിർത്തിവെക്കുന്നില്ല എന്നുള്ള ചോദ്യം നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിരിക്കുന്ന TT പ്രവീണിന്റെ കഴിഞ്ഞ നാളുകളുടെ പ്രവർത്തനം എങ്ങനെയാണെന്നൊന്ന് വിലയിരുത്താം. അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അനധികൃതമായിട്ടൊരു കാര്യം ചെയ്യുക, എന്നിട്ട് അതിനെ ന്യായീകരിക്കുക. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, അനധികൃതമായിട്ടൊരു കാര്യം ചെയ്യുക എന്നിട്ട് അതിനെ ന്യായീകരിക്കുക. ഉദാഹരണം,
67-70 വയസ്സാക്കുന്ന മീറ്റിംഗ്, സിനഡ് മീറ്റിംഗ് ഫ്ലോറിൽ ഭയങ്കര പ്രക്ഷോഭം നടക്കുകയാണ്. സീക്രട്ട് ബാലറ്റിന് അത് ഇടുന്നില്ല, അതായത് വോട്ടിങ്ങിന് 67-70 എന്നുള്ള അമെന്റ്മെന്റ് ഇടുന്നില്ല. അവിടെ എല്ലാവരും ബഹളം വെച്ചെങ്കിലും അതിന് എതിരായി റസാലം മോഡറേറ്റർ അദ്ദേഹം അതിനെ ഡിക്ലെയർ ചെയ്യണം, അത് നടന്നു എന്ന് പറയും. തൊട്ടടുത്ത നിമിഷങ്ങളിൽ നമ്മൾ കാണുന്നത് പുറത്തിറങ്ങി വന്ന് നിന്ന് ഇത് മാധ്യമങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയുടെ വാക്കുകളാണ്. 90% വോട്ടോടുകൂടെ ഇതാ 70 എന്നുള്ള അമെന്റ്മെന്റ് പാസ്സായി എന്ന കള്ളത്തരവും പൊള്ളത്തരവും വിളിച്ചു പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തീരുന്നില്ല, വീണ്ടും ഈ ധർമ്മരാജ റസാലം എന്ന് പറയുന്ന മോഡറേറ്ററിനെ ചുടുചോറ് പോരിപ്പിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയാണ്. 24 ഡയോസിസുകളിൽ 16 ഡയോസിസിൽ 3-2 ഭൂരിപക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇംപ്ലിമെന്റ് ആവത്തുള്ളൂ. എന്നിട്ട് ഓടി നടന്ന് 15 കഴിഞ്ഞപ്പോൾ എന്ത് പറയും, നമുക്കിതിനെ ഇംപ്ലിമെന്റ് ആക്കാം, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഇത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ 15 എണ്ണം കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു, 70 വയസ്സായി എന്ന് പറഞ്ഞ് ഇലക്ഷൻ നടപടി, സിനഡ് ഇലക്ഷൻ നടപടികളിലോട്ട് കിടന്നു. സിനഡ് ഇലക്ഷൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചു, ചെന്നൈ കോടതിയെ സമീപിച്ചപ്പോൾ ചെന്നൈ കോടതി ഒരു ഇടക്കാല ഉത്തരവ് തന്നു. അതായത് ഇലക്ഷൻ നടത്താം ഓൺ കണ്ടീഷൻസ്. എന്താണ്, ഇലക്ഷൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്യാൻ പാടില്ല, കാൻഡിഡേറ്റ്സ് ആയിട്ട് നിൽക്കുന്നവർ അവരവരുടെ റിസ്കിൽ തന്നെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കണ്ടീഷൻസ് വന്നു. ആ കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇലക്ഷൻ നടത്തപ്പെട്ടത്. എന്നിട്ട് ഇലക്ഷൻ റിസൾട്ട് പലരും ഡിക്ലെയർ ചെയ്തു. ആ ഇലക്ഷൻ ഹാളിനകത്ത് ആ ഇലക്ഷൻ സ്റ്റേ ചെയ്യാനായിട്ടുള്ള വിധിയുമായിട്ട് വന്ന വക്കീലന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. തള്ളി പുറത്താക്കി, അതിനകത്ത് FIR ആയി, എന്നിട്ടും അവർ ഇലക്ഷൻ നടത്തി. അതായത് എങ്ങനെയും നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടത്തുക, പിന്നെ അതിനെ റെക്ടിഫൈ ചെയ്യുക. അതായത് ഇലക്ഷൻ നടത്തുക, പിന്നെ വരുന്നവർക്ക് പിന്നെ നോക്കാം. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു പാറ്റേൺ ഓഫ് ഓപ്പറേഷൻ. ഇതാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. അഡ്മിനിസ്ട്രേറ്റർമാർ നൽകിയ സർക്കുലർ അവഗണിച്ചുകൊണ്ട് 5-ാം തീയതി എങ്ങനെ ഇലക്ഷൻ നടത്താമെന്നും ആ നടത്തുന്ന ഇലക്ഷനുകൾ പിന്നെ എങ്ങനെ സാധൂകരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു പരീക്ഷണമാണ് ഇവിടെ 5-ാം തീയതി നടക്കാനായിട്ട് പോകുന്നത്. അതല്ലാതെ അതിന് നിയമപരമായിട്ടൊരു സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ആ ഇലക്ഷൻ അടുത്ത് വരുന്ന ദിവസങ്ങളിൽ കോടതികളിൽ ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ എങ്ങനെ സിനഡ് ഓഫീസ് ബെയറേഴ്സ് തകർന്ന് താഴെ വീണോ, അല്ലെങ്കിൽ സിനഡ് സിസ്റ്റം തകർന്ന് താഴെ വീണോ, അത് തന്നെ ദക്ഷിണ കേരളമാണ് ഒരു സംഭവം. സിനഡിൽ സംഭവിക്കാൻ വേണ്ടി 24 ഡയോസിസുകളിലെ ഹോൾഡ് ചെയ്യുന്ന സിനഡിന്റെ ഇലക്ഷൻ ഒന്നുമില്ലാതായി പോകുന്നുണ്ടെങ്കിൽ, ഒരു ഡയോസിസിന്റെ ഇലക്ഷൻ ഈ സർക്കുലറിനെ ധിക്കരിച്ചുകൊണ്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കോടതി വിധിയുടെയും ബലമില്ലാതെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേടുകളോടുകൂടെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, അതും ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ഒരു സഭകളിലും ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ അധികാരമില്ലാതിരിക്കും. അവര് പ്രസിദ്ധീകരിച്ച വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പുറത്ത് ഇലക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം നിലനിൽക്കും എന്നുള്ളത് വിശ്വാസ സമൂഹം തന്നെ ചിന്തിച്ച് മനസ്സിലാക്കുക. സർ, ഈ സാഹചര്യത്തിൽ നാം എന്ത് ചെയ്യണം? വളരെ കുഴപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് മാഡം ചോദിച്ചത്. കാരണം നീതിപൂർവമല്ലാത്ത ഒരു വ്യവസ്ഥയെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക, നിയമപരമല്ലാത്ത ഒരു കാര്യം നടത്താനായിട്ട് നോക്കുക, നടത്താൻ പാടില്ല എന്ന് മേലധികാരികൾ സർക്കുലർ കൊടുത്തൊരു സാധനത്തെ, ഒരു സംഭവത്തെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എന്നാൽ വിശ്വാസ സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, വിശ്വാസ സമൂഹം ഈ ഇലക്ഷൻ നിർത്തിവെച്ച സർക്കുലർ കണ്ടിട്ടില്ല, നിങ്ങൾക്കിത് അറിയത്തുമില്ല. നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് ഇലക്ഷന്റെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത കാര്യം മാത്രമാണ് നമുക്ക് അറിയാവുന്നത്. സഭകളിലെല്ലാം അച്ഛന്മാർ അനൗൺസ് ചെയ്തു. ഇന്നലത്തെ ഏറെക്കുറെ ഒരു 10-30 പള്ളികളിൽ അനൗൺസ് ചെയ്തതിന്റെ വീഡിയോയും ഓഡിയോസും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിലെ സബ് ടൈറ്റിൽ കൊടുത്ത് ഞങ്ങൾ മെയിലിലോട്ട് അയച്ചും കൊടുത്തിട്ടുണ്ട്. കാരണം അവരെ ധിക്കരിച്ചുകൊണ്ട് സഭകളിൽ നടക്കുന്നതായിട്ടുള്ള അനൗൺസ്മെന്റ്സ് നമ്മൾ അറിയിച്ചു പോകും. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഈ അനൗൺസ് ചെയ്ത പ്രകാരം നോമിനേഷൻസ് കൊടുക്കുക. നിങ്ങൾ കൊടുക്കുന്ന നോമിനേഷൻ പ്രകാരം അവര് നടത്തുന്ന ഇലക്ഷനെ ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തൊരു പാർട്ടായിരിക്കണം. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഈ ഇലക്ഷനെ നമ്മൾ ചലഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ കൊടുക്കുന്ന നോമിനേഷനിലൂടെ മാത്രമേ നമുക്ക് കുറെ കൂടെ എളുപ്പത്തിൽ ഈ ഇലക്ഷനെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് അഡ്മിനിസ്ട്രേറ്റർമാരിൽ നിന്ന് ലഭിച്ച സർക്കുലർ മറച്ചു വെച്ചുകൊണ്ട് തന്റെ സ്വന്തം ലാഭത്തിന് വേണ്ടി
ഒരു ഇലക്ഷൻ നടപടിയിലോട്ട് കടക്കത്തക്ക രീതിയിൽ വിശ്വാസ സമൂഹത്തിനെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നിയമപരമായി അവർക്കെതിരെയുള്ള നടപടികൾ മുറുകാൻ നാം എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? അവർ വെച്ച് ഈ പ്രോസസ്സിനകത്തോട്ട് കടക്കുക, നോമിനേഷൻസ് കൊടുക്കുക, ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ ചലഞ്ച് ചെയ്യാനായിട്ട് നാം ആ പ്രോസസ്സിന്റെ ഭാഗം ആയേ മതിയാകും. വിശ്വാസ സമൂഹത്തിന് ഒരിക്കൽ കൂടെ നമ്മുടെ അവസ്ഥയെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ക്ലോസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിയമപരമായിട്ട് നടത്തരുത് എന്ന് അഡ്മിനിസ്ട്രേറ്റർമാർ താക്കീത് നൽകിയ ഒരു ഇലക്ഷനാണ് നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയും ഒരു ത്രൈവാർഷികം കഴിഞ്ഞ് 3 വർഷമുള്ള ഒരു ടേം, 3.5 വർഷമായിട്ട് അവർ അധികാരത്തിൽ താഴോട്ട് ഇറങ്ങുന്നില്ല. സഭകളെ വ്യക്തമായിട്ട് ഒരു കാര്യവും അറിയിക്കുന്നില്ല. ബിഷപ്പ് പ്രസ്ഥാനം സ്ഥാനം ഒഴിഞ്ഞതോ, ഫ്രാൻസിസ് ബിഷപ്പ് തിരിച്ച് അധികാരത്തിൽ വന്നതോ, 70 പൈസ ആകാതെ പോയതോ, ഈ അഡ്മിനിസ്ട്രേറ്റർമാർ ചുമതല ഏറ്റെടുത്തതോ, സിനഡ് ഓഫീസർ താഴെ പോയത്, ഇതൊന്നും അവർ സഭകളെ അറിയിക്കുന്നില്ല. അവർക്ക് അറിയിക്കേണ്ട കള്ളത്തരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയിക്കുന്നുള്ളൂ. ഈ ഇലക്ഷൻ നടത്തരുത് എന്നുള്ള സർക്കുലറും അവർ പുറത്ത് അറിയിക്കാതെ അനധികൃതമായിട്ടൊരു ഇലക്ഷൻ നടത്താനായിട്ട് അവർ പോവുക. ഇലക്ഷൻ നടത്തണം എന്ന് പറഞ്ഞ് VK സാമുവൽ കൊടുത്ത കേസിനകത്ത് ഒരു ഓർഡറും ഇല്ല. ഒരു കേസിനകത്തും ഇവിടെ ഇലക്ഷൻ നടത്തണം എന്നുള്ളൊരു ഓർഡറും അവർക്കില്ല. അവർ ഏത് വിധേനയും കുറെ സഭകളിൽ ഇലക്ഷൻ നടത്തിയിട്ട് ഇന്ന സഭകളിൽ നടന്നു കഴിഞ്ഞു, അതുകൊണ്ട് അതിനെ റാറ്റിഫൈ ചെയ്യണം എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിൽ നിൽക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയുടെ സ്ഥിരമുള്ള ഒരു പാറ്റേൺ ഓഫ് ഓപ്പറേഷൻ ആണ്. എങ്ങനെയെങ്കിലും ചെയ്തിട്ട് അതിനെ റാറ്റിഫൈ ചെയ്യാൻ വേണ്ടി, അതിനെ സാധൂകരിക്കാനായിട്ട് നിയമ വ്യവസ്ഥകളെ സമീപിക്കുക എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? 30-ാം തീയതി വൈകുന്നേരമാണ് നോമിനേഷൻ ലാസ്റ്റ് ഡേറ്റ് എങ്കിൽ ആ നോമിനേഷന്റെ ഭാഗമാകുക എല്ലാ സഭകളും വിശ്വാസ സമൂഹവും. ആ ഭാഗമായിക്കൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഇലക്ഷൻ 100% ഉറപ്പായിട്ട് നടക്കും എന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ പല അംഗങ്ങളും വെല്ലുവിളിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ച ഒറ്റ ചോദ്യം ഇതേ ഉള്ളൂ. മെയ് 5-ന് ഇലക്ഷൻ നിങ്ങൾക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ഒപ്പിട്ട ഒരു സർക്കുലർ, അതായത് 27-ാം തീയതിയോ 28-ാം തീയതിയോ ഈ മാസം 27-നോ 28-നോ ഒപ്പിട്ട ഒരു സർക്കുലർ നിങ്ങൾ എല്ലാ സഭകളിലും അയക്കാൻ. അതവരെ ചെയ്യില്ല. കാരണം അങ്ങനെ ചെയ്താൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി വീണ്ടും കൊടുക്കും. അപ്പോൾ ഇപ്പൊ അവര് പോയിരിക്കുന്ന പാറ്റേൺ ഡിസംബറിൽ ഇറക്കിയിരിക്കുന്ന സർക്കുലർ പ്രകാരം ഞങ്ങളെല്ലാം ഇതാ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്നാൽ നടത്തരുത് എന്നുള്ള സർക്കുലർ കൃത്യമായിട്ട് പ്രവീണിന്റെ കയ്യിലുണ്ട്. തുടർന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. 30-ാം തീയതി വളരെ ക്രൂഷ്യലാണ് CSIക്കും സൗത്ത് കേരള ഡയസിസിനും. സൗത്ത് കേരള ഡയസിന് അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പ്രതീക്ഷിക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പ്രാർത്ഥനകളെ നമുക്ക് ശക്തിപ്പെടുത്താം, നമ്മുടെ ഐക്യത്തെ നമുക്ക് കൂട്ടാം, ഒരുമിച്ച് നമുക്ക് കൈകോർത്ത് നിൽക്കാം. സഭയെ തകർക്കുന്നതായിട്ടുള്ള, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, ഏകാധിപത്യപരമായിട്ടുള്ള, കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമായിരിക്കുന്ന സഭകളിലെ വിശ്വാസികളുടെ വോട്ടവകാശങ്ങൾ തകർക്കുന്ന, വിശ്വാസികളെ തല്ലിച്ചതയ്ക്കുന്ന, സഭകൾ തകർത്തെറിയുന്ന, വിശ്വാസ സമൂഹത്തിനെ പുറത്താക്കുന്ന ഇതുപോലുള്ള കള്ളനാണയങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയെ പോലുള്ള കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞ് സഭയിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് വിശ്വാസ സമൂഹത്തിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു ഞാൻ ഈ വീഡിയോയുടെ നിർത്തുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ മെസ്സേജുകൾ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട്